നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ പാർട്ടി അംഗത്തെ രാജിവെക്കാം. ഞാൻ BJPയിലുള്ള എൻ്റെ അംഗത്തെ ഞാൻ ഈ നിമിഷം രാജിവെക്കാം. മുനമ്പത്തെ ജനങ്ങൾക്കെതിരായിട്ടോ മുനമ്പം സമരത്തിനെതിരായിട്ടോ ഒരു BJP പ്രതിനിധി ഏതെങ്കിലും ഒരു ചർച്ചയിൽ പറയുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചാൽ, ചാനലുകാർക്ക് പല അജണ്ട ഉണ്ടാവും, ചാനലുകാർ പല താല്പര്യങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച നടത്തും. കുറേ സമയത്ത് അവർ മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലിച്ച് സംസാരിക്കുന്നവരെ കൊണ്ടുവരും. അവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പും കൂടുതൽ റേറ്റിംഗും കിട്ടുമെങ്കിൽ മുനമ്പം സമരത്തിനെതിരെ സംസാരിക്കുന്നവരെയും കൊണ്ടുവരും. ഇവിടെ നിലപാട് മാറ്റി മാറ്റി കളിച്ചിട്ടുള്ളത് ആരാണ്? അങ്ങ് ആലോചിച്ച് നോക്കൂ. അതായത് ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്ന കിരാതമായിട്ടുള്ള നിയമം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത് BJP ആണ്. അതല്ലാണ്ട് ഒരു പാർട്ടി അതിനു വേണ്ടി തയ്യാറായിട്ടില്ല. ഈ 1995 മുതൽ നിൽക്കുന്നതല്ലേ ഈ നിയമം. ഇത് ഇല്ലാതാക്കാൻ, ഈ സെക്ഷൻ 40 ഉൾപ്പെടെ എടുത്തു കളയാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ആദ്യമായിട്ട് ആർജവത്തോടു കൂടി പാർലമെന്റിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നത്. അങ്ങനെ ഒരു നിയമം പാർലമെന്റിൽ BJP കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ LDF UDF എന്താ ചെയ്തത്? ഈ ഒക്ടോബർ 14 കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? UDFും LDFും കൂടി കേരളത്തിലെ 140 MLA കൂടിയിട്ട് കേരള നിയമസഭയിൽ പാസ്സാക്കിയുള്ള പ്രമേയം പറയുന്നത് വഖഫ് ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കണം എന്നാണ്. വഖഫ് നിയമത്തിൽ ഒരു ഭേദഗതിയുടെ ആവശ്യമില്ല. ഇപ്പൊ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതേപോലെ തന്നെ വഖഫ് നിയമം നിലനിൽക്കണം. സെക്ഷൻ 40 എടുത്തു കളയാൻ പാടില്ല. ഏത് ഭൂമിയും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങൾ അതേപോലെ നിലനിർത്തണം. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ പ്രൊവിഷൻ വേണം. മുനമ്പത്ത് ഉൾപ്പെടെ മനുഷ്യന്മാരുടെ ഭൂമി തട്ടിപ്പറിക്കാനുള്ള വഖഫ് ബോർഡുകളുടെ അധികാരത്തെ ഒരു കാരണവശാലും നമ്മൾ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ആൾക്കാരാ. 2019 ഈ എന്താ പറയാ കേരള വഖഫ് ബോർഡ് ഈ മുനമ്പം ഭൂമി അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തല്ലോ. അതിനെ തുടർന്നിട്ടാണല്ലോ നിങ്ങൾക്ക് കരമടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കരമടയ്ക്കാൻ, താൽക്കാലികമായിട്ട് കരമടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അനുമതി തന്നു. അതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാരാ? അതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന UDF ആണ്. പറഞ്ഞത് എന്താ? കയ്യേറ്റക്കാരെ കരമടയ്ക്കാൻ അനുവദിക്കരുത്. മുനമ്പത്തെ ജനങ്ങളെ കയ്യേറ്റക്കാരെന്ന് വിളിച്ചത് ആരാ? അങ്ങ് നേരത്തെ പറഞ്ഞ VD സതീശനല്ലേ? കയ്യേറ്റക്കാരെ കരമടയ്ക്കാൻ അനുവദിക്കരുത്. അന്ന് ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ വഖഫിന്റെ കൂടി ചാർജുള്ള മന്ത്രി V. അബ്ദുറഹ്മാൻ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു കാരണവശാലും കയ്യേറ്റക്കാരെ കരമടയ്ക്കാൻ സമ്മതിക്കില്ല. വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. വഖഫ് ഭൂമി സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ച്? വഖഫ് ബോർഡിന് വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ സംസാരിച്ചത്? അപ്പോൾ ഇവരുടെ നിലപാട് ഇതാണ്. ഇവർ ഈ കഴിഞ്ഞ ഒക്ടോബർ 14 വരെയും വഖഫ് ഭേദഗതി നിയമങ്ങൾ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കിയിട്ടുള്ള ആൾക്കാരാ. പിന്നീട് ഈ സമരത്തിന്റെ ശക്തി കണ്ടപ്പോൾ ഇത് കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് ഇത് കേരളം മുഴുവൻ വലിയൊരു പ്രക്ഷോഭമായി മാറുകയാണ്. ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ ജനസമൂഹത്തെ വലിയ അളവിൽ സ്വാധീനിക്കാൻ പോവുകയാണ്. ഇത് വയനാട്ടിലെയും പാലക്കാട്ടിലെയും ചേലക്കരയിലെയും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ പെട്ടെന്ന് ഇവര് നിലപാട് മാറ്റുകയും ഇതിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും മുനമ്പത്തെ ജനങ്ങൾക്ക് ഒപ്പമാണ് തങ്ങളെന്ന് 100% പറയാൻ ആർജവം പോലും ആർക്കായിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ആർജവമുണ്ട്. ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാം, കേരളത്തിലെ BJP 100% മുനമ്പം പ്രശ്നത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ഈ ഭൂമി ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് BJPയുടെ വളരെ ഖണ്ഡിതമായിട്ടുള്ള നിലപാട്. അതുകൊണ്ട് മറ്റാരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയിൽ ദയവായി വീണുപോരുത്. ആദ്യം മുതൽ അവസാനം വരെ ഈ വിഷയത്തിൽ ഒരൊറ്റ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, ഇനി ഈ നിയമം ഈ സെഷനിൽ പാസ്സാവാത്ത കാര്യം സ്വാഭാവികമായി നമുക്കറിയാം. കഴിഞ്ഞ കുറേ കാലങ്ങളിൽ എങ്ങനെയാണ് ഈ രാജ്യത്തെ നിയമങ്ങൾ പാസ്സാവുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ജീവന് വേണ്ടി ഇന്ത്യയെ അഭയം പ്രാപിച്ച് ഓടി വരുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി നമ്മൾ നിയമം ഉണ്ടാക്കിയപ്പോൾ വർഷങ്ങളോളം ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ കലാപം നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CAA-NRC നിയമത്തിനെതിരെ നടത്തിയുള്ള കലാപങ്ങൾ എത്രയാണ്? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ജീവന് വേണ്ടി ഓടി വരുന്ന അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ബുദ്ധർക്ക്, ജൈനർക്ക്, സിഖ് മതക്കാർക്ക് ഇവർക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം, ആ നിയമം നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെരുവുകൾ തോറും കലാപം നടത്തിയിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ട് നിയമം പാസ്സാക്കിയപ്പോൾ ആ നിയമത്തിനെതിരെ 3 വർഷം നീണ്ടു നിൽക്കുന്ന കർഷക കലാപങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവസാനം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ആ നിയമം പിൻവലിക്കാൻ നിർബന്ധിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രതിപക്ഷം ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? ഇത് രാജ്യത്തെ 15% വരുന്ന മുസ്ലിം ജനസമൂഹത്തെ, 20 കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തെ തങ്ങൾക്കെതിരായിട്ടുള്ള തങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന എന്തോ ഒരു കിരാതമായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അവരെ
ബോധപൂർവം വർഗീയമായി പ്രകോപിപ്പിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി കലാപം നയിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഒരു സംഘർഷത്തിലൂടെയല്ല, ഒരു സമന്വയത്തിലൂടെയാണ് എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൺസെൻസസോട് കൂടിയിട്ടാണ് ഈ നിയമം പാസ്സാക്കേണ്ടതെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് JPC-ക്ക് വിട്ടത്. JPC-യുടെ മുന്നിൽ ഇതുവരെയായിട്ട് 3 കോടിയോളം നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. വഖഫ് നിയമത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും 3 കോടിയോളം നിർദ്ദേശങ്ങൾ JPC-ക്ക് ഉണ്ട്. JPC-ക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കണ്ടേ? ഈ 3 കോടി നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്? വഖഫ് ഭേദഗതി നിയമം ആവശ്യമില്ല, പിന്നെയോ വഖഫ് എന്ന് പറയുന്ന നിയമം റദ്ദാക്കിയാൽ മതി. ഇത് ഭേദഗതി ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കേണ്ട ആവശ്യമില്ല, സുന്ദരനാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ നിയമം പൂർണ്ണമായിട്ട് റിപ്പീൽ ചെയ്യാണ് വേണ്ടത്, അമെൻമെന്റ് അല്ല വേണ്ടത്, റിപ്പീൽ ചെയ്യാണ് വേണ്ടത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ ധാരാളം നിയമജ്ഞന്മാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം അമെൻമെന്റ് തന്നെയാണ് വേണ്ടത്, പക്ഷേ ഈ മട്ടിലല്ല ഈ അമെൻമെന്റ് കൊണ്ടുവരേണ്ടത് തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അല്ല, അമെൻമെന്റേ പാടില്ല, UDF LDF പറഞ്ഞ പോലെ ഇതിനൊരു ഭേദഗതിയേ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു കൺസെൻസസിലൂടെ എല്ലാവരുടെയും അംഗീകാരത്തോട് ഇത് പാസ്സാക്കി എടുക്കാനാണ്. അതല്ലെങ്കിൽ പിന്നെ JPC-ക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു കൺസെൻസസ് ഉണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. പക്ഷേ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുമെന്നും വഖഫ് നിയമത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും ഇവിടുത്തെ ഭൂമി അതിന്റെ അർഹരായിട്ടുള്ള മനുഷ്യർക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. വഖഫ് ഭേദഗതി നിയമങ്ങൾ BJP സർക്കാർ പാസ്സാക്കിയിരിക്കും. അത് അടുത്ത സെഷനിൽ തന്നെ പാസ്സായിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് ആദ്യം ഈ ഉപതെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ഇതിനെ എതിർത്ത് പറയുന്ന ആളുകളോട് നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. അന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ 10 വോട്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വന്നത് രാജു P. നായര. ഞാൻ അദ്ദേഹത്തോട് 3 ചോദ്യം ചോദിച്ചു. അതിൽ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക്, അതായത് കോൺഗ്രസിന് പൂർണ്ണമായ അധികാരം, നിയമം മാറ്റാനുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വഖഫ് ഭേദഗതി ബില്ല് നിങ്ങൾ മാറ്റുമോ ഇല്ലയോ? അതിനവർ ഉത്തരം പറഞ്ഞത് തീർച്ചയായിട്ടും വഖഫ് ഭേദഗതി ബില്ല് മാറ്റിയിരിക്കും. അതായത് BJP കൊണ്ടുവരുന്ന എല്ലാ കണ്ടീഷനും മാറ്റി പഴയ പോലെ തന്നെയാക്കും എന്നാണ് പറഞ്ഞത്. ഏതായാലും നമ്മുടെ MP പ്രകാശ് ജാവ്ദേക്കർജിയും അപരാജിത മാഡവും ഇവിടെ എത്തിക്കഴിഞ്ഞു. Very good. Acha, that's good. So we'll tell you. പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. നീതിക്കായുള്ള സമരത്തിന്റെ 57ാം ദിനത്തിലാണ് നാം ഇന്ന് നമ്മോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ആരും തന്നെ നമുക്ക് അന്യരല്ല. Today we are privileged